ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യൂട്യൂബിലെ ഏറ്റവും കഷ്ടപ്പാടുള്ളതും അതുപോലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതും 0 സബ്സ്ക്രൈബേഴ്സിൽ നിന്നും 1000 സബ്സ്ക്രൈബേഴ്സിൽ എത്തുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ 0 സബ്സ്ക്രൈബേഴ്സിൽ നിന്നും 1000 സബ്സ്ക്രൈബേഴ്സിൽ ഒരു ഫേക്കും യൂസ് ചെയ്യാതെ ജെനുവിൻ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ ചാനൽ ഗ്രോ ആകാൻ തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെയാണ് എളുപ്പത്തിലും അതുപോലെ നമുക്ക് ഫാസ്റ്റ് ആയിട്ടും 0 സബ്സ്ക്രൈബേഴ്സിൽ നിന്നും 1000 സബ്സ്ക്രൈബേഴ്സിൽ നമ്മുടെ ചാനൽ കൊണ്ടെത്തിക്കാമെന്ന് നോക്കാം. ഈ ഒരു 5 മിനിറ്റ് വീഡിയോയിലൂടെ ഒരാളുടെ അനുഭവ കഥ പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ എൻ്റെ പേര് ശ്രീനിത്യ. ഞാൻ യൂട്യൂബിൽ പുതിയ ക്രിയേറ്റേഴ്സിന് ഒത്തിരി ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്ത ആൾക്കാർ ആ വീഡിയോസൊക്കെ കയറി കണ്ട് നിങ്ങളുടെ ചാനലിലും ആ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ചാനലിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാം എന്നുള്ളൊരു നിങ്ങളുടെ സ്വപ്നം നടക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ ആ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ആദ്യമായിട്ട് എങ്ങനെയാണ് ആ ഒരു വീട്ടമ്മ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും റിയൽ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തത് എന്ന് പറയാം. അവസാനം ഞാൻ പറയാം ആരാണ് ആ വീട്ടമ്മ എന്നുള്ള കാര്യം. അപ്പോൾ ഇവരുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ മാത്രമാണ് ഉണ്ടായിരുന്നത്. അല്ലാതെ ഒരു റിംഗ് ലൈറ്റോ ട്രൈപോഡോ ക്യാമറയോ അങ്ങനെ ഒന്നുമില്ല. ഒരു വെറും ഫോൺ മാത്രമാണ് ഉപയോഗിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അത് അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. തുടർച്ചയായിട്ട് കുറച്ച് വീഡിയോസ് അവർ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ എല്ലാവരും പുതിയ ക്രിയേറ്റേഴ്സിനും കിട്ടുന്നത് പോലെ തന്നെയാണ് ഓരോ വീഡിയോസിനും 10 വ്യൂസോ 20 വ്യൂസോ കൂടി പോയാൽ 100 വ്യൂസിനകത്ത് മാത്രമാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അവർക്ക് മനസ്സിലായി കൺസിസ്റ്റൻസിയാണ് യൂട്യൂബിൽ വളരുന്നതിന് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന്. അതുപോലെ അവർ യൂട്യൂബിൽ സെർച്ച് ബേസ്ഡ് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങി. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിൽ ഗൂഗിൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നത് യൂട്യൂബാണ്. അപ്പോൾ അങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വീഡിയോസ് അവർ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തു. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് 500 വ്യൂസ് വരെ കിട്ടി. അതിലൂടെ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, യൂട്യൂബിലെ സെർച്ച് ബേസ്ഡ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വ്യൂസ് ലഭിക്കും എന്നുള്ള കാര്യം. ഇനി എന്താണ് സെർച്ച് ബേസ്ഡ് വീഡിയോസ് എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഹൗ ടു അല്ലെങ്കിൽ ഹൗ ടു മേക്ക് ഇല്ലെങ്കിൽ വാട്ട് ഈസ് OTP ഇങ്ങനെയുള്ള വേർഡ്സ് വെച്ചിട്ടുള്ളതായിരിക്കും നമ്മൾ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വേർഡ്സുകൾ വച്ചുകൊണ്ട് ടൈറ്റിലുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത വീഡിയോസിനൊക്കെ വ്യൂസ് ലഭിച്ചു. 500ഉം 600ഉം വ്യൂസ് ലഭിച്ചു തുടങ്ങി. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും 500 വ്യൂസ് എന്നുള്ളത് അത്ര വലിയ വ്യൂസ് ഒന്നും അല്ലല്ലോ എന്ന്. പക്ഷേ അവർ അത്രയും നാൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസിനൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് ഏകദേശം 500 600 വ്യൂസ് ആണ് മൊത്തത്തിൽ. അപ്പോൾ ആ സമയത്ത് ഒരൊറ്റ വീഡിയോസിന് നമുക്ക് അത്രയും വ്യൂസ് ലഭിക്കുന്നത് തന്നെ അവർക്ക് അത്രയും പ്രചോദനമാവുകയും അതുവഴി അവർ യൂട്യൂബിൽ കണ്ടന്റ് സെർച്ചബിൾ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 500 വ്യൂസ് കിട്ടിയെടുത്ത് നിന്ന് നമുക്ക് മറ്റ് ചില വീഡിയോസിനൊക്കെ ചിലപ്പോൾ 5 ലാക്ക് വ്യൂസ് വരെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കുകയും അവർ അങ്ങനെ തന്നെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയും ചെയ്തു. കാരണം ഇപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ ഒരു സെർച്ചബിൾ ടോപ്പിക്കിനെ പറ്റി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഒരിക്കൽ യൂട്യൂബിൻ്റെ സെർച്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീഡിയോസിൽ നിന്ന് തന്നെ നമുക്ക് വ്യൂസ് ലഭിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അവർ ആ സമയത്ത് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ടോപ്പിക്കുകളെ പറ്റി കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ വീക്ക്ലി ആ ടോപ്പിക്കുകളിൽ നിന്നുകൊണ്ട് തന്നെ വീഡിയോസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസിനൊക്കെ നല്ല വ്യൂസ്, അതായത് 20,000-ൽ കൂടുതൽ വ്യൂസ് ലഭിക്കുകയും 1500 സബ്സ്ക്രൈബേഴ്സ് വരെ ആ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ ചാനൽ ഫൈനലി മോണിറ്റൈസ് ആകുകയും ചെയ്തു. എന്നിട്ടും അവർ യൂട്യൂബിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി യൂട്യൂബ് തന്നെ YT സ്റ്റുഡിയോയുടെ അനലിറ്റിക്സിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള സെർച്ചബിൾ ടോപ്പിക്കുകൾ കാണിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ അവർ ആ ടോപ്പിക്കുകൾ കണ്ടുപിടിക്കുകയും നമ്മുടെ വീഡിയോയുടെ കമന്റ് സെക്ഷനിലുള്ള നമ്മുടെ വ്യൂവേഴ്സ് കാണാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്കുകൾ ഏതാണെന്ന് കണ്ടുപിടിക്കുകയും അങ്ങനെ ഈ 2 കാര്യങ്ങളും കൂടെ കോഓർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും തുടങ്ങി. അങ്ങനെ അവർ
അവരുടെ ചാനൽ ഫൈനലി മോണിറ്റൈസ് ആവുകയും അവർക്ക് ഏണിങ്സ് കിട്ടാനും തുടങ്ങി. അപ്പോൾ അവർക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്കും ഉറപ്പായിട്ടും സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: നിലവിലെ നിങ്ങളുടെ കണ്ടന്റുമായി ബന്ധപ്പെട്ട് നിലവിലെ ട്രെൻഡിങ് ടോപ്പിക്കുകളിൽ വ്യൂവേഴ്സിന്റെ ആവശ്യാനുസരണം വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷൻ അനുസരിച്ച് ഷോർട്സും സെർച്ച് ബേസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ ഏത് ടോപ്പിക്കിനെ പറ്റി യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാലും ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ സെർച്ച് ചെയ്ത ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഷോർട്സുകളാണ്. അതിനുശേഷം മാത്രമാണ് ലോങ് വീഡിയോസ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതുവഴി നമുക്ക് ഷോർട്സും വൈറലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വ്യക്തിക്ക് എടുത്ത സമയം പോലും നിങ്ങൾക്ക് ചിലപ്പോൾ വേണമെന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കാനായിട്ട് കഴിയും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും: നമുക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ലഭിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ടോപ്പിക്കാണ് മെയിൻ. അല്ലാതെ ടൈറ്റിലോ തമ്പനയിലോ അതൊക്കെ നമുക്ക് വരുന്നത് സെക്കൻഡറി ആയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി നിലവിലെ ട്രെൻഡിങ് സെർച്ചബിൾ ടോപ്പിക്കുകൾ നിങ്ങൾ കണ്ടെത്തി വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വീഡിയോ വൈറലാകും. അതുവഴി നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഒരു കടമ്പ മറികടക്കാനും പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വ്യക്തി ആരാണെന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ്. ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്, ആദ്യകാലങ്ങളുടെ എനിക്ക് യൂട്യൂബിനെ പറ്റി യാതൊരു അറിവുമില്ല. ഞാനും പല പല കണ്ടന്റുകൾ മാറി അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. അവസാനം എനിക്ക് തന്നെ മനസ്സിലായി, നമ്മളിങ്ങനെ നിലവിലെ സെർച്ചബിൾ ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് യൂട്യൂബിൽ വിജയിക്കാൻ കഴിയും എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് വീഡിയോസ് വൈറലാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിലൂടെ കമന്റായിട്ട് അറിയിക്കുക. മാക്സിമം എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കും. അതുപോലെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയവർക്ക് മോണിറ്റൈസേഷൻ മുതൽ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് എത്തുന്നത് വരെയുള്ള എല്ലാ പ്രോസസ്സും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതായത് ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, ID വെരിഫിക്കേഷൻ ചെയ്യുക, അഡ്രസ് വെരിഫിക്കേഷൻ ചെയ്യുക, ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുക, US-ന്റെ ടാക്സ് ഫോം ഫില്ല് ചെയ്യുക, ഇങ്ങനെയുള്ള എല്ലാ പ്രോസസ്സും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.